മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിൽ 15ാമത്തെ ദശകത്തിൽ 2ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകൻ്റെ എല്ലാം പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതന്യപി ഹൃദപിദസാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യത്തെ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദീ. കപിലമുനിയുടെ ഉപദേശം, ദേവഹൂതിക്കുള്ളതായ ഉപദേശം തുടരുകയാണ് ഈ ശ്ലോകത്തിലും. അതായത് ആദ്യത്തെ ശ്ലോകത്തിൽ ഗുണങ്ങളിൽ, വിഷയങ്ങളിൽ ആസക്തമായ മനസ്സ് അത് ബന്ധത്തെ ഉണ്ടാക്കുന്നു. ഗുണങ്ങളിൽ ആസക്തമല്ലാത്ത മനസ്സ് മോക്ഷത്തിന് കാരണമായി തീരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗുണങ്ങളിലുള്ള ആസക്തി ഇല്ലാതാക്കണമെങ്കിൽ ഭക്തിയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആ ഭക്തി ഉണ്ടാവാനായിട്ട് എന്താണ് വേണ്ടത്? അത് ഭഗവത് ഭക്തി ആണ് ഭഗവാന്റെ ഭക്തി. അത് എങ്ങനെ കിട്ടും എന്നാണെങ്കിൽ ഉപഗമ ലഭ്യ, മഹാന്മാരെ സമീപിക്കുമ്പോൾ അവരെ പിന്തുടരുന്നത് കൊണ്ട് ലഭിക്കുന്നതാണ്. അവരെ അനുകരിക്കുമ്പോഴാണ് ഈ ഭക്തി ഉണ്ടാവുന്നത്. ഭക്തി ഉണ്ടായാൽ ആസക്തി, വിഷയാസക്തി ഇല്ലാണ്ടാവും. വിഷയാസക്തി ഇല്ലാണ്ടായാൽ ഭഗവാനിൽ ഭക്തി കൂടും. ഭഗവാനിൽ ഭക്തി ഉണ്ടാവുമ്പോൾ മുക്തിയും സിദ്ധിക്കും എന്നുള്ളത് ചുരുക്കി പറഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൽ. ഇനി 2ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഈ മുക്തി എന്നുള്ളത്? സാഖ്യ സിദ്ധാന്ത പ്രകാരം പ്രകൃതി, പുരുഷൻ എന്നുള്ള വിഭാഗമുണ്ട്. ആ വിഭാഗം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക. ഈ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമാണ് പുരുഷൻ, ആത്മാവ് എന്നുള്ള ബോധം ഉണ്ടാവുക. അതാണ് മുക്തി എന്ന് പറയുന്നത്. മോക്ഷം എന്ന് പറയുന്നത് സാഖ്യ സിദ്ധാന്തത്തിൽ അതാണ്. പുരുഷനും പ്രകൃതിയും ഒന്നല്ല എന്നുള്ളതായ ബോധം ഉണ്ടാവുക. പ്രകൃതിയിൽ നിന്ന് ഭിന്നനാണ് പുരുഷൻ. അതായത് മറ്റേ വേദാന്തികൾ പറയുമ്പോൾ ഇത് തന്നെയാണ് വേദാന്തികളും പറയണത്. അതായത് ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമാണ് ആത്മാവ് എന്നുള്ളതായ ബോധം ഉണ്ടാവുക. ശരീരത്തിനും ആത്മാവിനുമായിട്ട് ബന്ധമില്ല. ശരീരത്തിൽ നിന്ന് ഭിന്നനാണ് ആത്മാവ്, സ്വതന്ത്രനാണ് എന്നുള്ള ബോധം ഉണ്ടാവുക എന്നാണ് വേദാന്തികൾ പറയണത്. അത് തന്നെയാണ് സാഖ്യമതം പറയണത്. സാഖ്യമതത്തിൽ പിന്നെ ഒന്നേ ഉള്ളൂ. പുരുഷന്മാർ പലതായിട്ടാണ് അംഗീകരിക്കുന്നത്. വേദാന്തത്തിൽ അതല്ല, ഒന്നേ ഉള്ളൂ പുരുഷൻ, പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ആ പരമാത്മാവിനെ തന്നെ വിവിധങ്ങളായിട്ട് കാണുന്നതാണ് വിവിധ ഉപാധികളിൽ എന്ന് പറയുന്നു വേദാന്തികൾ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും ആ പുരുഷ പ്രകൃതി വിഭാഗമാണ് മുക്തി. അതിൻ്റെ ജ്ഞാനം ആണ് മുക്തി എന്നുള്ളതാണ് സാഖ്യ സിദ്ധാന്തത്തിലും പറയണത്. അപ്പം അവിടെ ഈ പുരുഷനും പ്രകൃതിയും തന്നിലുള്ള ഭേദമാണ് മുക്തി എന്ന് പറയുമ്പോൾ എന്താണ് പുരുഷൻ, എന്താണ് പ്രകൃതി എന്നുള്ള ജ്ഞാനം ഉണ്ടായാലല്ലേ അതിൽ തമ്മിൽ ഭേദം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ഈ പ്രകൃതി എന്താണ് എന്നുള്ളത് പറയാണ്. 25 തത്വങ്ങളെയാണ് സാഖ്യമതത്തിൽ പറയണത്. ആ 25 തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാഹാച ഭൂതാനി അപി ഹൃത് അപി ദശാക്ഷി. പിന്നെ പൂരുഷ പഞ്ചവിംശ, 25ാമത്തേതായിട്ട് പൂരുഷൻ. അപ്പം അതുവരെയുള്ളതൊക്കെ 24 തത്വങ്ങളെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് പ്രകൃതി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമ്മൾ പറയേണ്ടായി. ആദ്യം തന്നെ ഈ പ്രകൃതിയെ ഇങ്ങോട്ട് ഇളക്കി വിട്ടു എന്ന് പറഞ്ഞല്ലോ. ഭഗവാന്റെ ഈക്ഷണം മാത്രം ആണ്, ഭഗവാന്റെ ഒരു ചിന്ത ആ പ്രകൃതിയിലേക്ക് ചെന്നപ്പോൾ അതിൽ ആ പ്രകൃതി ഒന്ന് ഇളകി എന്നാണ്. ആ മായ എന്നുള്ള വാക്കം കൊണ്ട് മായ, അവിദ്യ, പ്രകൃതി, പ്രധാനം എന്നൊക്കെ പറയണത് ഒന്ന് തന്നെയാണ്. ആ ആദ്യത്തേതായ ഒരു തത്വം സത്വരജസ് തമോ ഗുണങ്ങളുടെ സംഭൃതം ആയിട്ടുള്ള ഒന്നിച്ച് കൂടിച്ചേർന്നതായ ഒരേ അളവിൽ സത്വരജസ് തമസ്സുകൾ 3 ഗുണങ്ങൾ ഉള്ളതായ ഒന്ന് ആണ് പ്രകൃതി, അല്ലെങ്കിൽ പ്രധാനം, മായ, അവിദ്യ എന്നൊക്കെ പറയണത്. പല പേരുകളും അതിന് പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രകൃതിയെ ആണ്, പ്രകൃതി ആദ്യം ഉണ്ടായി. അതിൽ നിന്ന് മഹത്തത്വം നേരത്തെയും പറഞ്ഞു. അവിടെ നമ്മൾ 5ാമത്തെ അധ്യായത്തിലാണ് പറയണത്. പ്രകൃതിയിൽ നിന്ന്
മഹത്തത്വം ഉണ്ടായി. മഹത്തിൽ നിന്ന് അഹങ്കാരതത്വം എന്നൊക്കെ ക്രമത്തിൽ അഞ്ചാമത്തെ ഇതിൽ പറയണ്ടായി. അഞ്ചാമത്തെ ദശകത്തിൽ വ്യക്താവ്യക്തമിതം എന്നുള്ളതായിട്ടുള്ള ആ ദശകത്തിലാണ് മായാതഖലു കാലശക്തി അഖിലാദൃഷ്ടം സ്വഭാവോപിച്ച പ്രാദുർഭൂയ ഗുണാൻവികാസ്യ വിദധുസ്തസ്യാ സഹായക്രിയ. നീ മായാസാഖലു ബുദ്ധിതത്വമസൃജത്. മായ ആ മായ ആണ് ബുദ്ധിതത്വം എന്ന് പറയുന്നത്. ബുദ്ധിതത്വത്തിന് തന്നെയാണ് മഹത്തത്വം എന്നിവിടെ പറയണത്. ആ മായാസാഖലു, ആ മായ പ്രകൃതി, മൂലപ്രകൃതി എന്നുള്ള ആ മായ ബുദ്ധിതത്വത്തിനെ സൃഷ്ടിച്ചു എന്നവിടെ പറഞ്ഞു. അപ്പം ആ മായയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് ബുദ്ധിതത്വം അല്ലെങ്കിൽ മഹത്തത്വം എന്ന് പറയണത്. മഹത്തത്വം, ബുദ്ധിതത്വം എന്നൊക്കെ പറയണത് ഈ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണ്. ആദ്യത്തേത് പ്രകൃതിയിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്നത് ഈ മഹത്തത്വമാണ്. മഹത്തത്വത്തിൽ മായ അതാണ് ഇവിടെ പറയണത്. പ്രകൃതി, മഹത്ത്, അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം ഉണ്ടാവുന്നു. അഹങ്കാരം 3 വിധത്തിലുള്ളതാണ് എന്ന് നേരത്തെ പറയേണ്ടായി. സാത്വികം, രാജസം, താമസം എന്നുള്ള 3 വിധത്തിലുള്ള അഹങ്കാരമുണ്ട് എന്ന് പറഞ്ഞു. ആ 3 വിധത്തിലുള്ളതായ അഹങ്കാരം സത്വപ്രധാനമാകുമ്പോൾ സാത്വിക അഹങ്കാരം, രജപ്രധാനമാകുമ്പോൾ രാജസാലങ്കാരം, തമോ ഗുണപ്രധാനമാകുമ്പോൾ താമസാലങ്കാരം. ഇങ്ങനെ 3 വിധത്തിലുള്ള അലങ്കാരമുണ്ട് എന്ന് പറഞ്ഞു. സാത്വിക അലങ്കാരത്തിൽ നിന്ന് ദേവന്മാരെ, രാജസാലങ്കാരത്തിൽ നിന്ന് അങ്ങനെ ഓരോന്ന് ഇതൊക്കെ വരുന്നുണ്ട്. താമസാലങ്കാരത്തിൽ നിന്ന് പിന്നെയുള്ളതായ തന്മാത്രകൾ, ഭൂതങ്ങളൊക്കെ താമസാലങ്കാരത്തിൽ നിന്ന് വരുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയണത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം. അഹങ്കാരത്തിനെയും 3 വിധത്തിലുള്ള അഹങ്കാരത്തിനെയും കൂടിയിട്ട് ഒന്നിച്ചാക്കിയിട്ട് ഒരു അഹങ്കാരതത്വം എന്നായിട്ട് പറയുകയാണ്. പിന്നെ മഹദ് അഹങ്കാരാശ്ച മാത്രാഹാച്ച, മാത്രകൾ അതായത് തന്മാത്രകൾ, പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ. അതായത് ശബ്ദതന്മാത്ര, ആകാശത്തിൻ്റെ തന്മാത്രയാണ് ശബ്ദതന്മാത്ര. സ്പർശതന്മാത്ര, രസതന്മാത്ര, ഗന്ധതന്മാത്ര, തേജസ് തന്മാത്ര. അപ്പം ഇങ്ങനെ 5 വിധത്തിലുള്ളതായ തന്മാത്രകൾ, പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ, അതൊക്കെ ഈ അഹങ്കാര തത്വത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. താമസാലങ്കാരത്തിൽ നിന്നാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. അങ്ങനെ മാത്രാശ്ച എന്നുള്ളത് കൊണ്ട് 5 തന്മാത്രകളെയാണ് പറയണത്. ശബ്ദ, സ്പർശ, രസ, രൂപ, ഗന്ധങ്ങൾ. അല്ലെങ്കിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, അങ്ങനെയാണ് ക്രമം വരുമ്പോൾ. അതായത് പൃഥിവി അപ്പം എന്നുള്ള അത് നേരെ മറിച്ചാണ്. ആകാശം, വായു, തേജസ്, ജലം, രസം. തേജസ്, ജലം, ഭൂമി. ഈ ക്രമത്തിലാണ് സൃഷ്ടി വരണത്. ആകാശത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദതന്മാത്ര ആദ്യം ഉണ്ടാവണു. പിന്നെ വായുവിൻ്റെ തന്മാത്രയായിട്ടുള്ള സ്പർശതന്മാത്രം, തേജസ്സിൻ്റെ തന്മാത്രയായിട്ടുള്ള രൂപതന്മാത്രം, ജലത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള രസതന്മാത്രം, പൃഥിവിയുടെ തന്മാത്രയായിട്ടുള്ള ഗന്ധതന്മാത്ര. ഇങ്ങനെ 5 തന്മാത്രകൾ. ഈ 5 തന്മാത്രകൾ ഉണ്ടാവുന്നു ഏത്? താമസാലങ്കാരത്തിൽ നിന്ന്. പിന്നെ ഭൂതാഹാച്ച, ഭൂതാനി അഭി, ഭൂതാനി എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ. അതായത് പൃഥിവി, തേജോ, വായു, ആകാശങ്ങൾ. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇതാണ് പഞ്ചഭൂതങ്ങൾ, മഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭൂതങ്ങളും അഹങ്കാരത്തിൽ നിന്ന്, തന്മാത്രകളിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാവണു എന്നാണ്. അപ്പം അങ്ങനെ പിന്നെ ഭൂതാനി മാത്രാശ്ച ഭൂതാനി അഭി. പിന്നെ ഹൃത്ത് എന്ന് പറയണത് അന്ധകരണ വൃത്തി, അതിനെ മനസ്സിനെ ഉദ്ദേശിച്ചും കൊണ്ടാണ്. മനസ്സിനെയും അതിൻ്റെ 4 വൃത്തികളും ഉണ്ട്. അതിനെ 4 വൃത്തികളെയും ഉദ്ദേശിച്ച് ഒന്നിച്ചാണ് ഹൃത്ത് അല്ലെങ്കിൽ മനസ്തത്വം എന്ന് പറയണത്. അത് ഒരു ഇന്ദ്രിയമായിട്ടാണ് ഒരു ഇന്ദ്രിയമായിട്ടാണ് മനസ്സിനെ കണക്കാക്കുന്നത്. ഇനി ഹൃദപി ദശാക്ഷി 10 ഇന്ദ്രിയങ്ങൾ. അക്ഷി എന്നുള്ളത് അവിടെ ഇന്ദ്രിയം എന്നുള്ള കണ്ണ് എന്നുള്ള അർത്ഥത്തിലല്ല, ഇന്ദ്രിയം എന്നുള്ള അർത്ഥത്തിലാണ് അക്ഷി ശബ്ദം അവിടെ പറഞ്ഞിട്ടുണ്ട്. ദശാക്ഷി 10 അക്ഷികൾ, 10 ഇന്ദ്രിയങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് വാക്, പാണി, പായു, ഉപസ്ഥ, ആഖ്യാനി. വാക്ക്, പാണി, പായു അല്ല, വാക്, പാണി, പാദം. വാക്, പാണി, പാദ, പായു, ഉപസ്ഥാഖ്യാനി. ഉപസ്ഥം, വാക്ക് എന്ന് പറയുമ്പോൾ വാഗിന്ദ്രിയം, വർത്തമാനം പറയാനുള്ളതായ ഇന്ദ്രിയം. പാണി എന്ന് പറഞ്ഞാൽ
കൈകൾ, അത് പ്രവർത്തിക്കാനുള്ളതായ ഇന്ദ്രിയം. പാദം നടക്കാനുള്ള ഗമിക്കാനുള്ളതായ ഇന്ദ്രിയം. പായു എന്ന് പറയുമ്പോൾ വിസർജിക്കാനുള്ളതായ ഇന്ദ്രിയം. ഉപസ്ഥം എന്ന് പറയുമ്പോൾ ലിംഗം എന്നുള്ള ആ ഇന്ദ്രിയമാണ് ഉപസ്ഥം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ ജനനേന്ദ്രിയം, അതാണ് പറയണത് 5 കർമ്മേന്ദ്രിയങ്ങൾ. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? ശ്രോത്രം, അത് ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദത്തെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയം. ത്വഗിന്ദ്രിയം സ്പർശത്തെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയം. ചക്ഷുരിന്ദ്രിയം രൂപത്തെ ഗ്രഹിക്കാനുള്ള ഇന്ദ്രിയം, കാഴ്ചയ്ക്കുള്ളതായ ഇന്ദ്രിയം, അതിന് ചക്ഷുരിന്ദ്രിയം. പിന്നെ രസനേന്ദ്രിയം, രസത്തെ അനുഭവിക്കാനുള്ളതായ ഇന്ദ്രിയം രസനേന്ദ്രിയം. ഘ്രാണേന്ദ്രിയം, ഗന്ധത്തെ അനുഭവിക്കാനുള്ളതായ ഇന്ദ്രിയം ഘ്രാണേന്ദ്രിയം. ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇത് കൂടിയിട്ടാണ്, ഈ മനസ്സോട് കൂടിയിട്ട് 11 ഇന്ദ്രിയായി. ദശാക്ഷി എന്ന് പറയുമ്പോൾ മനസ്സിനെ കൂട്ടണില്ല, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും മാത്രമേ കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വശത്ത്, അതായത് ഒക്കെ മനുഷ്യൻ്റെ ശരീരത്തിൽ, മനുഷ്യൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളതായ ജന്തുക്കളുടെയൊക്കെ ശരീരത്തിലുള്ളതാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്നതായിട്ടുള്ള പുരുഷൻ, അത് പഞ്ചവിംശ 25ാമത്തേത്. ഇതൊക്കെ കൂടിയ 24ആയി. പ്രകൃതി, മഹത്ത്, അഹങ്കാരം, തന്മാത്രകൾ. അപ്പോൾ തന്മാത്രകളാകുമ്പോൾ 8ആയി. പിന്നെ 11 ഇന്ദ്രിയങ്ങൾ, അതായത് 10 ഇന്ദ്രിയങ്ങളും മനസ്സും കൂടിയാൽ, അപ്പോൾ 11 ഇന്ദ്രിയങ്ങളും കൂടുമ്പോൾ പ്രകൃതി, മഹത്ത്, അഹങ്കാരം, തന്മാത്രകളാവുമ്പോൾ 8ആയി. ഭൂതാനി, പഞ്ചഭൂതങ്ങളാവുമ്പോൾ 13ആയി. പിന്നെ ഈ 11 ഇന്ദ്രിയങ്ങളും കൂട്ടിയാൽ 24ആയി. 24 ഒരു ഭാഗത്ത് പ്രകൃതി, അതിൻ്റെ വികാരങ്ങൾ ആണ് ഇതൊക്കെ. പ്രകൃതിയിൽ നിന്നുണ്ടാവണതാണ്. ബാക്കി ഈ 24ൽ 23ഉം പ്രകൃതിയിൽ നിന്നുണ്ടാവണതാണ്. പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അഹങ്കാരം, അഹങ്കാരത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരത്വം, അഹങ്കാരതത്വത്തിൽ നിന്ന് തന്മാത്രകൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഒക്കെ ഉണ്ടാവണത്, ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഒക്കെ ഉണ്ടാവണത് അഹങ്കാരത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെ 24 ഇന്ദ്രിയങ്ങൾ ഒരു വശത്ത്, പ്രകൃതിയിൽ നിന്നുണ്ടാവണതായ 24ഉം കൂട്ടി, പ്രകൃതിയും അതിൻ്റെ വികാരങ്ങളും കൂട്ടിയിട്ട്, അതിൽ നിന്നുണ്ടാകുന്നവയും കൂട്ടിയിട്ട് ഒരു വശത്ത്. പിന്നെ പഞ്ചവിംശ പൂരുഷ, 25ാമത്തേത് എന്നാണ് പഞ്ചവിംശ എന്നുള്ളതിനർത്ഥം. 25ാമത്തേത് ഏതാണ്? പുരുഷൻ. അതാണ് പൂരുഷ പഞ്ചവിംശ. അതായത് ഈ പുരുഷ 25ാമത്തേത് എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയാൻ ഈ 24ൽ പെട്ടതല്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് വിഭിന്നമാണ് ഈ 25ാമത്തെ പുരുഷൻ എന്നാണ് പറയണത്. ഇപ്രകാരം വിദിത വിഭാഗ, ഈ വിഭാഗം തിരിച്ചറിയുന്നവൻ, വിദിതമായ വിഭാഗത്തോടു കൂടിയ ഈ പ്രകൃതിയുടെ വികാരങ്ങളെയും പുരുഷനെയും ഈ വിഭാഗത്തെ പ്രത്യേകിച്ച് തിരിച്ചറിയുന്നവൻ, വിദിത വിഭാഗ, വിദിതമായ അറിയപ്പെട്ടതായ വിഭാഗത്തോടു കൂടിയവൻ, ഈ വിഭാഗം അറിയുന്നവൻ. വിദിത വിഭാഗ മുച്യതേ അസൗ പ്രകൃത്യ, അസൗ വിഭാഗ, അസൗ വിദിത വിഭാഗ, അസൗ വിദിത വിഭാഗനായ അസൗ എന്ന് വെച്ചാൽ അവിടെ പുരുഷൻ. ഈ പ്രകൃതിയിൽ നിന്നും പുരുഷൻ്റെയും ഈ വിഭാഗത്തെ അറിയുന്നതായ അസൗ പുരുഷ, ഈ പുരുഷൻ പ്രകൃത്യാ മുച്യതേ, പ്രകൃതിയിൽ നിന്ന് മോചിക്കപ്പെടുന്നു. ഈ പ്രകൃതിയിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്ന് പറയുന്നത്. ഈ പ്രകൃതിയിൽ ബദ്ധനാണ്, പ്രകൃതിയായിട്ട് ബദ്ധനാണ്. ഞാൻ ഈ ശരീരത്തിനുള്ളിലുള്ളതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഒരു ബോധമുണ്ടല്ലോ. പഞ്ചേന്ദ്രിയങ്ങളും അഹങ്കാരവും ഈ ഭൂതമായിട്ടുള്ള ഈ ശരീരവും എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ എന്നുള്ളതായ ഒരു ബോധമുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എൻ്റെ ശരീരം, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, ഇങ്ങനെയൊക്കെ ഉള്ളതായതൊക്കെ ഞാനാണ് എന്നുള്ളതായ ഒരു ബോധമുണ്ട്. ആ ബോധം വിടണം. ഞാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വസിക്കുന്നതായ ഒരു ആത്മാവ്, ഇതിൽ നിന്നെല്ലാം ഭിന്നമാണ്. ഈ ശരീരത്തിനുണ്ടാവണതായ ഒന്നും തന്നെ എന്നെ ബാധിക്കണില്ല, ആത്മാവിനെ ബാധിക്കണില്ല, ഞാൻ ഭിന്നനാണ് എന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഐഹികമായ ഒന്നിനോടും ചിന്തനയില്ല. അപ്പോൾ ഈ ഞാൻ ആരാണ് പിന്നെ?
അപ്പം ഞാൻ ആ പരമാത്മാവ് തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ് ഞാൻ, വേറെ ഒന്നുമില്ല. ഇതിൽ നിന്ന് ഇതൊന്നും എൻ്റെ അല്ല, ഇതൊന്നും എൻ്റെ അല്ല, ഞാനല്ല ഇതൊന്നും എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ആരാണ്? ഞാൻ ആ ശുദ്ധനായിട്ടുള്ള ശുദ്ധ സത്വസ്വരൂപിയായ ആത്മാവ് പരമാത്മാവ് തന്നെയാണ് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവണു. അപ്പം അങ്ങനെ ആ വഴിക്ക് തിരിയണു ബുദ്ധി എന്നാണ്, മനസ്സ് ആ വഴിക്ക് തിരിയണു. ഇതിൽ നിന്നെല്ലാം ഭിന്നമായിട്ട് ആത്മാവ് വേറെയാണ് എന്നുള്ള ബോധം ഉണ്ടാവുമ്പോൾ ഇതി വിദിത വിഭാഗ, ഇപ്രകാരം ഈ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ളതായ വിഭാഗം അത് അറിയുന്നവൻ അസൗ മുച്യതേ പ്രകൃത്യ, പ്രകൃതിയിൽ നിന്ന് മോചിക്കപ്പെടുന്നു. പ്രകൃത്യ മുച്യതേ, പ്രകൃതിയിൽ നിന്ന് മോചിക്കപ്പെടുന്നു. ഇതി എന്നിങ്ങനെ കപിലതനുഹു ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി, കപിലരൂപിയായ അങ്ങ്, കപില രൂപം ധരിച്ചതായ അങ്ങ് ദേവഹൂത്യൈ ന്യഗാദീഹി, ദേവഹൂതിക്കായി പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പം ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പ്രകൃതി പുരുഷഭേദം, അതാണ് സാഖ്യതത്വത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. ഇതാണ് ഈ പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ച് ഈ തത്വങ്ങളെ പറയുക എന്നുള്ളത്. ഈ തത്വങ്ങളിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉൽപ്പത്തി ഉണ്ടാവുന്നത്, ഈ 24 തത്വങ്ങളിൽ നിന്നാണ്. അതിൽ നിന്ന് ഭിന്നനാണ് പ്രകൃതി. പ്രപഞ്ചം എന്ന് പറയുന്നത് 24 തത്വങ്ങളിൽ നിന്നുണ്ടായി വരണതാണ്. പിന്നെ പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ ബാക്കിയൊക്കെ ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവണതാണ് ഈ പ്രകൃതി മുഴുവൻ. ആ പഞ്ചഭൂതങ്ങളാകട്ടെ പ്രകൃതിയിൽ നിന്നുണ്ടാവണതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ഒന്ന് വേറെ, പുരുഷനൊന്ന് വേറെ. പുരുഷന് ഈ പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതായ ബോധം, അതാണ് മുക്തി എന്ന് പറയുന്നത് സാഖ്യമതത്തിൽ. ഇതി വിദിത വിഭാഗ, ഇപ്രകാരം വിദിതമായ വിഭാഗത്തോടു കൂടിയവൻ, ആ വിഭാഗത്തെ രണ്ടും വേറെയാണ് എന്നുള്ളത് അറിയുന്നവൻ അസൗ മുച്യതേ പ്രകൃത്യ, പ്രകൃതിയിൽ നിന്ന് മോചിക്കപ്പെടുന്നു, അവന് മോക്ഷം സിദ്ധിക്കുന്നു, മുക്തനായിത്തീരുന്നു എന്ന് കപിലതനുവായ, കപില രൂപം ധരിച്ച അങ്ങ് ദേവഹൂതിക്ക് അമ്മയ്ക്കായിക്കൊണ്ട് പറഞ്ഞു. നിഗാദീഹി, പറഞ്ഞു, അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആണ് ഈ ഇതിന് മുഴുവനെ പറയണത് എന്ന് പറഞ്ഞു. അമ്മയ്ക്കുള്ള ഉപദേശങ്ങളാണ്. അപ്പോൾ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ഏത് കപില വാസുദേവൻ ഇപ്രകാരം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ആ ശ്ലോകം കഴിഞ്ഞു. അത്രയും അത് മതി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതന്യപി ഹൃദപിദസാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈ നിഗാദീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പ്രകൃതി പുനരഹന്ത തത്വവും പഞ്ചമാത്ര പുരുഷനപി മനസ്സും ഇന്ദ്രിയം 10 ഭൂതം ഇവ 20 മായ മാറുന്നറിഞ്ഞാൽ കപിലവപുധരിച്ചിട്ടമ്മയോടങ്ങു ചൊല്ലി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.